തീർച്ചയായും സ്വാമി നമുക്ക് ഓരോ മണ്ഡലങ്ങളിലൂടെയും കടക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഇടുക്കിയിൽ ലെസ്ലി ജോൺ നമ്മോടൊപ്പം ഉണ്ട്. മലയോര പ്രദേശമാണ്. ഒരുപക്ഷെ അവിടുത്തെ പ്രകൃതിയുടെ സ്വഭാവമൊക്കെ നമുക്കറിയണം. ഈ ഘട്ടത്തിൽ പോളിംഗ് ശതമാനം എങ്ങനെയെന്നും അറിയണം. ലെസ്ലിയിലേക്ക് പോകാം സ്വാമി. ലെസ്ലി, ഇപ്പോൾ ആദ്യ 2 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുകയാണ്. 10.5% പോളിംഗ് ആണ് ഇടുക്കിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു പോളിംഗ് ട്രെൻഡ്? എങ്ങനെയാണ് ആദ്യ 2 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ? 11.5% കേരളം മൊത്തത്തിലെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഇടുക്കിയിലെ വിവരങ്ങളുമായി ലെസ്ലി ചേരേണ്ടത്. പൊതുവെ ശാന്തമായ രീതിയിൽ നിന്നും വളരെ അജിംഷാദ് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും തുടർന്നോളൂ. അജിംഷാദ്, ഇടുക്കിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും വോട്ടിംഗ് പശ്ചാത്തലവും കണക്കാക്കുകയാണെങ്കിൽ പൊതുവെ ശാന്തമായ രീതിയിൽ വോട്ടിംഗ് ആനുപാതികമായി മുൻപോട്ട് പോവുകയും ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ നല്ല പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ഘടനയാണ് ഇവിടുത്തെ വോട്ടിംഗ് ഒരു പ്രതിഭാസം. പ്രധാനമായും മലയോര മേഖലയിലെ തണുപ്പ് ആ മേഖലയിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേണിനെ ആദ്യഘട്ടങ്ങളിൽ വലിയ കുറവ് കാണിക്കാറുണ്ട്. എന്നാൽ ലോ റേഞ്ച് പ്രദേശമായ തൊടുപുഴയിൽ ഇത് വലിയ കാര്യമാക്കാറില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം 10.5% വോട്ടിംഗ് ആണ് ഇടുക്കി ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളിലായി നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നടന്നിരിക്കുന്നത് തൊടുപുഴയിലാണ്. ഇവിടെ 13.5% വോട്ടിംഗ് ശതമാനം കടന്നിരിക്കുന്നു. ഇടുക്കി തീർച്ചയായും ലെസ്ലിയിലേക്ക് തന്നെ പോകാം. ഏതാണ്ട് 11.5%. ഇപ്പോൾ കോടിയേരിയിലേക്ക് വോട്ട് ചെയ്യാൻ കുടുംബസമേതം കോടിയേരി ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തത്സമയം. സോമി, തീർച്ചയായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ എത്തുകയാണ്. കുടുംബസമേതമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും മക്കൾ, പേരക്കുട്ടികൾ ഒക്കെ ഉണ്ട്. കുടുംബസമേതം തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. ക്യൂവിൽ നിൽക്കുകയാണ്. നീണ്ട നിര തന്നെയാണ് സ്വാമി കണ്ണൂരിലും ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ് സ്വാമി. തീർച്ചയായിട്ടും കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ മൊത്തത്തിൽ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഈ മണിക്കൂറിൽ കണ്ണൂരിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12%. അത്തരത്തിൽ തീർച്ചയായും 11.5% കേരളത്തിന്റെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. 12% കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം എത്തിയിരിക്കുന്നു. പാലക്കാട് 13.5%, ആലപ്പുഴ 13%, കണ്ണൂർ 12%, വയനാട് 9.5%, കോഴിക്കോട് 12%, ഇടുക്കി 12%, കേരളത്തിലാകെ 12.75% പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. തീർച്ചയായും സ്വാമി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഏത് വിധത്തിലാണ് കേരളം സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതെന്ന്. ഒരു പക്ഷേ ഒരു പകുതിയിൽ കടുത്ത ചൂട്, മറുപകുതിയിൽ മഴ, ഈ 2 കാലാവസ്ഥയിലും ഒന്നാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. ഇവരൊക്കെ ക്യൂ ആയി തന്നെ ഓരോ ബൂത്തുകളിലേക്ക് എത്തുന്നു. ഏതാണ്ട് 21,000-ൽ പരം ബൂത്തുകളുടെയും സ്ഥിതി ഇത് തന്നെയാണെന്നാണ് നമ്മുടെ വിവരം നമുക്ക് ലഭിക്കുന്നത്. ചില ജില്ലകളിലെ വയനാട് ജില്ലയിലാണ് 9.5% പോളിംഗ് രേഖപ്പെടുത്തിയത്. താരതമ്യം പുറകിലായിരുന്നു എന്ന് പറഞ്ഞ എറണാകുളവും ഇപ്പോൾ 11% എത്തി നിൽക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. 12.7% പോളിംഗ് ആണ് കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ വയനാട് ജില്ല ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലൊക്കെയും പോളിംഗ് ശതമാനം ഏതാണ്ട് ഒരേ രീതിയിലേക്ക് ഉയരുന്നു എന്നാണ്. നമ്മോടൊപ്പം ജോഷില ഉണ്ട് കണ്ണൂരിൽ നിന്നും. ജോഷില, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുടുംബസമേതം ക്യൂവിൽ നിൽക്കുന്നത് കാണാം. വളരെ വലിയ ക്യൂ ആണ് കണ്ണൂർ ജില്ലയിൽ ആകമാനം. കണ്ണൂരിൽ എത്ര ശതമാനമായി? 12% എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ജോഷില. തീർച്ചയായും അജിംഷാദ്, കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുടുംബസമേതം വോട്ട് ചെയ്യാൻ വേണ്ടി കോടിയേരി BUP സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചുമക്കളും ഉൾപ്പെടെ ആണ് വോട്ട് ചെയ്യാനായി സ്ഥലത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു നീണ്ട നിര തന്നെയാണ് BUP സ്കൂളിൽ കാണാൻ കഴിയുന്നത്. സംസ്ഥാന ശരാശരിയേക്കാൾ അല്പം താഴെയാണ് ഔദ്യോഗിക കണക്കെങ്കിലും വോട്ടിംഗ് നില 12% പോലും
എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബൂത്തുകളിലും പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര തന്നെയാണ് കാണുന്നത്. ഏകദേശം അനൗദ്യോഗിക കണക്ക് പ്രകാരം 17% കൂടാനാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ സംസ്ഥാന ശരാശരിയേക്കാൾ അല്പം കുറവാണ് കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം കാണിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും വലിയ ക്യൂ ആണ്. ഏതാണ്ട് ക്യൂവിന്റെ നടുവിലാണ് യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും. ഒരുപക്ഷെ വളരെ വലിയ ക്യൂ തന്നെ ബോധ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരും ജോഷില. തീർച്ചയായും അജിംഷാദ്, പോളിംഗ് ശതമാനം ഇനിയും വളരെയധികം ഉയരാനാണ് സാധ്യത. ഇവിടെ കോടിയേരി BUP സ്കൂളിൽ തന്നെ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. അത് ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള ഒരു പോളിംഗ് ശതമാനം, അത് ചിലപ്പോൾ മാറിയേക്കാം. വൻതോതിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും മറ്റെല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇതുപോലെ തന്നെ ഈ BUP സ്കൂളിൽ കാണുന്നത് പോലെ തന്നെ നല്ല നീണ്ട നിര, വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര തന്നെയാണ് കാണുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഈ നീണ്ട നിരയിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ബിനോയ് അടക്കമുള്ള മകൻ്റെ ഭാര്യമാരും അടക്കം വോട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായും ജോഷില 12.75% കേരളം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പുതിയതായി രേഖപ്പെടുത്താനാകുന്നത്. സോമി, ഓരോ ജില്ലകൾ തിരിക്കുമ്പോൾ ഏതാണ്ട് കാസർഗോഡ് 12.5%, കണ്ണൂർ 13%, ഏതാണ്ട് തൃശ്ശൂർ 12.5%, ആലപ്പുഴ 13%, ഇങ്ങനെ ഉയരുകയാണ്. തെക്കൻ വടക്കൻ വ്യത്യാസമില്ലാതെ, മഴയും ചൂടും വ്യത്യാസമില്ലാതെ കേരളം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ 12.75 ആദ്യ 2 മണിക്കൂറിൽ എത്തുമെങ്കിൽ വളരെ വലിയൊരു ട്രെൻഡ് പോളിംഗിൽ കാണാൻ ആകും. ഒരു പക്ഷേ ഉച്ചയോടെ ആകുമ്പോൾ വളരെ ശക്തമായ പോളിംഗ് ആകും കേരളത്തിൽ രേഖപ്പെടുത്തുക എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ആദ്യ 2 മണിക്കൂറിൽ 12.75 കേരളത്തിന്റെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. സോമി, അങ്ങനെയാണെങ്കിൽ സോമി, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സുനിൽ അരുമാനൂരുണ്ട്. പത്തനംതിട്ടയിൽ 12% എത്തിയിരിക്കുന്നു പോളിംഗ്. സുനിൽ, ആദ്യ 2 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ 12.5% പത്തനംതിട്ടയിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പൊതുവെ അവിടുത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തേണ്ടത്? ഒപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമാണോ? വോട്ടിംഗ് ബൂത്തുകളിലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം, ക്യൂ എല്ലാ സംബന്ധിച്ച വിശദാംശങ്ങളും. സ്വാമി, ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് ആദ്യ മണിക്കൂറുകളിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ നേരിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട്, അതിപ്പോഴും ഇവിടെ തുടരുന്നുണ്ടെങ്കിൽ പോലും നീണ്ട ഒരു ക്യൂ തന്നെയാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള നിയോജക മണ്ഡലം. ഇവിടെയും വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ശക്തമായിട്ടൊരു ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകതയും ആറന്മുള നിയോജക മണ്ഡലത്തിനുണ്ട്. അതോടൊപ്പം തന്നെ റാന്നി, കോന്നി, അടൂർ, തിരുവല്ല തുടങ്ങിയ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 12.5% പോളിംഗ് ശതമാനം. ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻക്രീസ് ആണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു ട്രെൻഡാണ് രാവിലെ മുതൽ തന്നെ വിവിധ ബൂത്തുകളിൽ നിന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലത്തും നീണ്ട രീതിയിലുള്ള ഒരു ക്യൂ തന്നെയുണ്ട്. ഒരു സ്ഥലത്തും വോട്ടിംഗ് മെഷീൻ തകരാറായതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. നേരത്തെ ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് ഗവൺമെൻറ് ഗേൾസ് LPS ആനപ്പാറയിൽ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ മാർ ക്രിസോസ്റ്റം തിരുമേനിയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വിവിധ ബൂത്തുകളിൽ അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 12.5% എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീണ്ട ക്യൂ വിവിധ ബൂത്തുകളിൽ നമുക്കിപ്പോൾ ദൃശ്യമാകുന്നത്. തീർച്ചയായും സുനിലാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 12.75 കേരളം എത്തിയിരിക്കുന്നു.